ഹലോ, വെൽക്കം ബാക്ക് ടു എൽസ്റ്റാക്സ്. നമസ്കാരം, ഞാൻ ഓമന രാധാകൃഷ്ണൻ, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചും അവരുടെ കൂടെ സഹവസിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന മാനസികമായ പീഡനങ്ങളെക്കുറിച്ചും ഒക്കെ വിശദമായി നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇവരുടെ കൂടെ സഹവസിക്കുന്ന അല്ലെങ്കിൽ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റിയുടെ വിക്ടിംസ് അനുഭവിക്കുന്ന പീഡനങ്ങളെ എങ്ങനെയാണ് അതിജീവിക്കാൻ സാധിക്കുക, അതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ഈ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അവരുടെ കൂടെയുള്ള ആളുകളെ അല്ലെങ്കിൽ വിക്ടിമിനെ പലപ്പോഴും അല്ലാതെ കുറ്റപ്പെടുത്തും, അവരെ വേദനിപ്പിക്കും, ബ്ലെയിം ചെയ്യും, ഇൻസൾട്ട് ചെയ്യും, മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യും, താഴ്ത്തിക്കെട്ടും, ഗ്യാസ് ലൈറ്റിംഗ് ചെയ്യും, നീയാണ് എല്ലാ പ്രശ്നത്തിനും കാരണക്കാരി, അങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എല്ലാ തരത്തിലും മാനസികമായി തകർക്കുകയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാരണവശാലും അതിനെ അതേ രീതിയിൽ അറ്റാക്ക് ചെയ്യാനോ പ്രതിരോധിക്കാനോ പ്രതികരിക്കാനോ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകരം നമ്മൾ വളരെയധികം മാനസികമായ അല്ലെങ്കിൽ അവനവനിൽ തന്നെ ആത്മവിശ്വാസമുള്ളവരായിരിക്കുകയും അവനവനിൽ തന്നെ കൂടുതൽ കരുതൽ ഉള്ളവരായി തീരുകയും ചെയ്യുക. അവനവനിൽ തന്നെ വിശ്വാസമുള്ളവരും കരുതലുള്ളവരായി തീരുകയും ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് ഒരു പരിധിവരെ ഇവരുടെ ഈ അബ്യൂസിൽ നിന്ന് മാനസികമായി രക്ഷ നേടാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കഴിയുന്നതും 1-2 വാക്കുകളിൽ അല്ലെങ്കിൽ 1-2 സെന്റൻസുകളിൽ. അതായത് നമ്മൾ ഇവരോട് ഈ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുകാരുടെ കാര്യമോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കാര്യമോ വീട്ടിലെ കാര്യങ്ങളോ ഒക്കെ നമ്മൾ വാരി വലിച്ചു പറഞ്ഞു തന്നിരിക്കും. ഇവര് ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് വെച്ചിട്ട് പിന്നീട് തക്ക സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് ഇത് ഓർത്തു വെച്ചിട്ട് നമുക്കെതിരെയുള്ള ഡേറ്റയായി ഇത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, കഴിവതും 1-2 വാക്കുകളിൽ അല്ലെങ്കിൽ 1-2 സെന്റൻസുകളിൽ മാത്രം മറുപടി പറയാൻ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവരോട് സംസാരിക്കുന്ന സമയത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാം വാരി വലിച്ച് പറയാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഈ നാർസിസ്റ്റ് പലപ്പോഴും നമ്മളെ പല കുരുക്കിലും പെടുത്താറുണ്ട്. അതായത് നമ്മളെ സ്നേഹം കൊണ്ടും അതല്ലെങ്കിൽ നമ്മളുടെ എമ്പതിയിലൊക്കെ കയറി പിടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ പലതരത്തിലുള്ള ഭീഷണിപ്പെടുത്തിയോ അതല്ലെങ്കിൽ ഭയപ്പെടുത്തിയോ ത്രെട്ടൺ ചെയ്തോ ഒക്കെ നമ്മളെ പല കുരുക്കിൽ പെടുത്താൻ സാധ്യതയുണ്ട്. ഒരു കാരണവശാലും നമ്മൾ ഈ കുരുക്കിൽ പെടാതിരിക്കാൻ വേണ്ടി വളരെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളവരായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മുടെ എൺപതിയിലൊക്കെ കയറി പിടിച്ച് അല്ലെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് സ്നേഹിച്ച് നമ്മളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് നമ്മൾ അവർക്ക് കീഴ്പ്പെട്ടു പോകുന്ന തരത്തിൽ ഏത് തരത്തിൽ നമ്മളോട് എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ വേദനിപ്പിച്ചാലും അതിനോട് പ്രതികരിക്കാൻ പറ്റാത്ത തരത്തിലാക്കത്തക്ക രീതിയിൽ നമ്മളെ അവർ കീഴ്പ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുരുക്കിലൊന്നും പെട്ടുപോകാതെ നമ്മൾ പ്രസൻസ് ഓഫ് മൈൻഡ് ഉള്ളവരായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പരിധിവരെ ഇവരുടെ ഈ അബ്യൂസീവായിട്ടുള്ള ഈ സ്വഭാവത്തിൽ നിന്ന് നമ്മൾക്ക് മാനസികമായി കരുത്താർജിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇവർ നമ്മളെ പലതരത്തിൽ കുത്തിമുറിവേൽപ്പിക്കാൻ സാധ്യതയുണ്ട്. ആ കുത്തുകൊള്ളാതെ ഇമോഷണലി നമ്മൾ വളരെ കോൾഡ് ആയിട്ടിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതൊക്കെ തരത്തിൽ നമ്മളെ ഇമോഷണലി വേദനിപ്പിക്കാൻ ശ്രമിച്ചാലും ഇതെന്നെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന രീതിയിൽ അവരോട് പ്രതികരിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതൊന്നും എന്നെ ബാധിക്കുന്നേ ഇല്ല എന്നതുപോലെ ചില ഒരു എന്താ പറയുക, ഇമോഷണലി ഒരു ബ്ലണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കോൾഡ് ആയിട്ടുള്ള വളരെ ശീതീകരിച്ച അവസ്ഥയിൽ നമ്മൾ അവരോട് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇത് നമ്മളെ മാനസികമായി തകർക്കാതിരിക്കാൻ അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകാതിരിക്കാൻ നമ്മൾക്ക് സാധിക്കും. അല്ലെങ്കിൽ അത്തരത്തിൽ മാനസികമായ കരുത്ത് നേടത്തക്ക രീതിയിൽ അതിന് തക്ക തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് എടുക്കാൻ നമ്മൾക്ക് സാധിക്കും. അങ്ങനെ മാനസികമായി കരുത്ത് നേടുന്നതിലൂടെയും ഒരു പരിധിവരെ ഈ നാർസിസിസ്റ്റിന്റെ അബ്യൂസിൽ നിന്ന് രക്ഷ നേടാൻ നമ്മൾക്ക് ഒരു പരിധിവരെ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പലപ്പോഴും നമുക്കറിയാം ഈ പേഴ്സണാലിറ്റി ഡിസോർഡർ ഏറ്റവും കൂടുതലുള്ളത് പുരുഷന്മാരിലാണ്. പല വീടുകളിലും ഭർത്താവായിരിക്കും നാർസിസിസ്റ്റ് ആയിട്ടുള്ളത്, ഭാര്യയായിരിക്കും അതിന്റെ വിക്ടിം ആയിട്ടുള്ളത്. നമ്മൾ കൂടുതൽ കാര്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ, അതായത് ഇവരുടെ സമ്പാദ്യം, ഇവരുടെ സ്ത്രീധനം, ഇവരുടെ സ്വർണം, ഇവരുടെ സർട്ടിഫിക്കറ്റുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഭർത്താവിന്റെ കസ്റ്റഡിയിലായിരിക്കും.
അപ്പൊ ഇയാളിൽ നിന്ന് രക്ഷ നേടി പോകണമെന്നുണ്ടെങ്കിൽ പോലും ഇവർക്ക് അത്ര ഈസി ആയിരിക്കില്ല. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഡോക്യുമെന്റ്സ് ഒന്നും വളരെ പെട്ടെന്ന് ചാടിക്കേറി ഈ ഭർത്താവിന്റെ കസ്റ്റഡിയിലേക്ക് കൊടുക്കാതിരിക്കുന്നത് ഒരു പരിധി വരെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ നന്നായിരിക്കും. അപ്പൊ ഇത്തരം മുൻകരുതലുകളൊക്കെയും ഈ നാർസിസിസ്റ്റിന്റെ പിടിയിൽ അമർന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷ നേടുന്നതിന് നമ്മളെ സഹായിക്കും. അതിന് സഹായിക്കട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Be happy, stay healthy.